1.5 വർഷം മുൻപ് ഒരു യുവതിയെ കാണാതാവുന്നു. ദിവസങ്ങൾക്ക് ശേഷം വാഹനാപകടത്തിൽ തല തകർന്ന തരത്തിലൊരു മൃതദേഹം ലഭിക്കുന്നു. യുവതിയുടെ മൃതദേഹം പോലീസ് തിരിച്ചറിയുന്നു. കുടുംബം അത് സംസ്കരിക്കുന്നു. കൊലക്കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതികളെന്ന് സംശയിക്കുന്ന 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീടാണ് ട്വിസ്റ്റ്. 1.5 വർഷത്തിനിപ്പുറം മരിച്ചുവെന്ന് കരുതിയ യുവതി തിരിച്ചുവരുന്നു. സിനിമയിലല്ല, മധ്യപ്രദേശിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണിത്. മൃതദേഹം സംസ്കരിച്ച് 1.5 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് യുവതി തിരിച്ചെത്തിയത്. ഇത്രകാലം എവിടെയായിരുന്നു എന്നതിന് അമ്പരപ്പിക്കുന്ന മറ്റൊരു കഥയാണ് യുവതിക്ക് പറയാനുണ്ടായിരുന്നത്. ലളിതാബായി എന്ന 35-കാരിയെയാണ് 2023 സെപ്റ്റംബറിൽ മധ്യപ്രദേശിലെ ഗാന്ധി സാഗറിൽ നിന്ന് കാണാതാവുന്നത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ട്രക്ക് അപകടത്തിന്റെ വീഡിയോ പുറത്തുവരികയും തല തകർന്ന നിലയിൽ അപകടത്തിൽ മരിച്ച യുവതിയുടെ മൃതദേഹം പോലീസിന് ലഭിക്കുകയും ചെയ്തു. ലളിതാബായിയുടെ പിതാവ് മൃതദേഹം മകളുടേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കാലിൽ കെട്ടിയ കറുത്ത ചരടും ശരീരത്തിലുള്ള ടാറ്റുവും കണ്ടാണ് മകളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതെന്ന് പിതാവ് പറയുന്നു. കൊലക്കേസിൽ ഇമ്രാൻ, ഷാറൂഖ്, സോനു, ഇജാസ് എന്നീ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ വിചാരണ കാത്ത് ജയിലിൽ കഴിയുകയാണ്. ലളിതാബായിയുടെ തിരിച്ചുവരവ്. കാര്യങ്ങൾ ഇങ്ങനെ പോകവെ കഴിഞ്ഞ ദിവസമാണ് ലളിതാബായി ജീവനോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ഞെട്ടലിനും സന്തോഷത്തിനുമെല്ലാം ശേഷം ഉടൻ തന്നെ ലളിതാബായിയുടെ പിതാവ് മകളെയും കൂട്ടി വിവരമറിയിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇക്കാര്യം സ്ഥിരീകരിച്ച പോലീസ് ലളിത 1.5 വർഷം മുൻപ് വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകുകയായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പിന്നീട് ഷാറൂഖ് എന്നൊരാൾ യുവതിയെ കൊണ്ടുപോയി മറ്റൊരാൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇയാൾ യുവതിയെ രാജസ്ഥാനിലെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. 18 മാസമായി താൻ കോട്ടയിലായിരുന്നുവെന്നും ലളിതാബായി പോലീസിനോട് പറഞ്ഞു. കോട്ടയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടാണ് വരുന്നത്. കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നതിനാൽ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. 2 കുട്ടികളുടെ അമ്മയായ ലളിതാബായി താൻ തന്നെയാണ് ഇതെന്നുറപ്പിക്കാനായി ആധാർ കാർഡും വോട്ടർ ID കാർഡും ഉൾപ്പെടെ പോലീസിന് നൽകി. DNA പരിശോധന ഉൾപ്പെടെ നടത്തിയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുക എന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ തങ്ങളെ കുറ്റവിമുക്തരാക്കി വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. യുവതി തിരിച്ചുവന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. യുവതിയുടെ വിശദമായ മൊഴിയെടുക്കുമെന്നും അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.